വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം തിരുവചനം. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. ഈ ഒരു വചനത്തെ മുൻനിർത്തിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് വേറെയും മക്കളുണ്ടായിരുന്നു. മറിയത്തിൽ നിന്ന് യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷം വിശുദ്ധ പിതാവ് മറിയത്തെ അറിഞ്ഞു, പരിഗ്രഹിച്ചു എന്ന് വ്യാഖ്യാനിക്കുന്ന സമൂഹം നമ്മുടെ ഇടയിൽ തന്നെയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? പരിശുദ്ധ കന്യകാമറിയം കന്യകയാണെന്നുള്ള കാര്യം ബൈബിൾ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ ദൂതൻ നസറത്തിലെ ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ അടുത്തേക്കാണ് കടന്നു വരുന്നത്. എന്താണ് ഈ പദത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സംഖ്യയുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ കന്യകകൾക്ക് വേണ്ടിയുള്ള വ്രതത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കണം. യഹൂദന്മാർക്കിടയിൽ കന്യകാവ്രതം നേരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ഒരു പെൺകുട്ടി തന്റെ പിതാവിനോട് ഞാൻ എൻ്റെ ശരീരം ദൈവത്തിന് കടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ആ പിതാവ് ഒരു ദിവസത്തിനകം അനുവാദം നൽകുകയോ അല്ലെങ്കിൽ അനുവാദം പിൻവലിക്കുകയോ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ വ്രതം നിലനിൽക്കുകയുള്ളൂ എന്നുള്ള വസ്തുത. അങ്ങനെ ആ പിതാവ് ഒരു ദിവസത്തിനുള്ളിൽ അനുവാദം നൽകുകയോ അല്ലെങ്കിൽ ഒരു ദിവസമായിട്ട് മറുപടി പറയാതിരിക്കുകയോ ചെയ്താൽ അവൾ കന്യകാവ്രതം നേർന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് കന്യകാവ്രതം നേർന്ന ഒരു പെൺകുട്ടിയെ ആ പിതാവ് സമയത്തിന്റെ പൂർത്തീകരണത്തിൽ അടുത്ത ബന്ധുവിനെ വിവാഹം ചെയ്തു കൊടുക്കും. ഇപ്രകാരം വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവൾ താൻ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷനോട് ഇപ്രകാരം പറയും, ഞാൻ കന്യകയായി ജീവിക്കാൻ പോകുന്ന വ്യക്തിയാണ് എന്ന്. ആ പുരുഷൻ ഒരു ദിവസത്തിനകം മറുപടി പറയണം, നീ കന്യകയായി ജീവിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞാൽ എന്നേക്കും അവളെ ഒരു സഹോദരിയെ പോലെ അവൻ അവളെ കാണും. പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത ബന്ധുവിനെ, സഹോദരൻ പോലുള്ള ബന്ധുവിനാണ് ഈ പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ഒരു ദിവസമായിട്ടും അവൻ ഒന്നും മറുപടി പറഞ്ഞില്ലെങ്കിലും ആ വ്രതം, കന്യകാവ്രതം അങ്ങനെ തന്നെ നിലനിൽക്കും. എന്നാൽ ഒരു ദിവസത്തിന്റെ അകം അവൻ പറയുകയാണ്, നീ കന്യകയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൻ പറഞ്ഞാൽ അവളുടെ കന്യകാവ്രതം അവിടെ വെച്ച് അസാധുവായി തീരും. നാം ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കും, ഇപ്രകാരം ഒരു പുരുഷനെ ഒരു സ്ത്രീ വിവാഹം ചെയ്തു കൊടുത്ത പുരുഷന്റെ മേൽ ചെയ്യുന്ന വലിയൊരു ക്രൂരതയല്ലേ അത് എന്ന്. അങ്ങനെയല്ല. ബഹുഭാരിത്വം നിലവിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇസ്രായേൽക്കാരുടെ നിയമം ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു സഹോദരിയെ ഭാര്യമാരിൽ ഒരാളായി സ്വീകരിക്കുന്നതിൽ ഒരു പുരുഷന് യാതൊരു വിഷമവുമില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. ഇതാണ് സംഖ്യാപുസ്തകം 30-ാം അധ്യായത്തിൽ പറയുന്ന കന്യകാവ്രതത്തെ പറ്റിയുള്ള ഇസ്രായേൽക്കാരുടെ നിയമങ്ങൾ. ഇപ്രകാരമുള്ള ഒരു കന്യകയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് നാം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണുകയാണ്. ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ അടുത്തേക്ക് എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൂതൻ മറിയത്തോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞവളായിരുന്നിട്ടും തന്റെ ഭർത്താവാകാൻ പോകുന്നവൻ ആരാണെന്ന് അറിഞ്ഞിട്ടും മറിയം ഇപ്രകാരം അവരോട് പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. കാരണം അവൾ കന്യകാവ്രതം നേർന്ന വ്യക്തിയാണ്, പുരുഷനെ അറിയാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ദൂതനോട് മറിയം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുള്ള മറുപടിയായിട്ടാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അറ്റുന്നൊരു ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് ദൂതൻ മറിയത്തോട് പറയുന്നത്. ഈ കന്യകാവ്രതത്തിന്റെ ആഘോഷം അല്ലെങ്കിൽ ഈ ആചരണം ആദിമ സഭയിൽ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. പീലിപ്പോസിനെ, അതായത് സ്തെഫാനോസ്, പീലിപ്പോസ്, നീമോൻ, തിക്കനോർ എന്നീ പറയുന്ന 7 അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്ത 7 ഡീക്കന്മാരിൽപ്പെട്ട പീലിപ്പോസിനെ 4 പ്രവാചകന്മാരായ കന്യകകൾ ഉണ്ടായിരുന്നെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങളിലെ സഭയിൽ കന്യാവ്രതം ആചരിക്കുന്ന രീതിയെ പറ്റി വിശുദ്ധ പൗലോസ്ലീഹ തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. അത് പ്രകാരമാണ്, ഒരുവൻ തന്റെ കന്യകയോട്
സമയബന്ധത്തോട് പെരുമാറാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവൾ യൗവനത്തിന്റെ വസന്തം പിന്നിട്ടുള്ളെങ്കിലും അനിവാര്യമെങ്കിൽ അവരുടെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ, അവർ വിവാഹം ചെയ്ത് കഴിക്കട്ടെ. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വം നിലവിലുണ്ട്. എന്നാൽ ആദിമസഭ മുതൽ തന്നെ ക്രിസ്ത്യാനികളിൽ ബഹുഭാര്യത്വം നിലവിലില്ല. ഒരു പുരുഷൻ ഒരു കന്യക വിവാഹം കഴിക്കുകയും എന്നാൽ അവന് വേറെ ഭാര്യമാർ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവൻ അവളെ വിവാഹം ചെയ്തിരിക്കെ യൗവനത്തിന്റെ വസന്തം പിന്നിട്ടവളെങ്കിലും അവർക്ക് സമയമെടുത്തോടെ പെരുമാറാൻ സാധിക്കുന്നില്ലെങ്കിൽ വിവാഹം ചെയ്തു കൊള്ളട്ടെ എന്ന് പൗലോസ്ലീഹ കോരിന്തോസിന്റെ സഭയ്ക്ക് എഴുതുകയാണ്. കാരണം ബഹുഭാര്യത്വം നിലവില്ലാത്തത് കൊണ്ട് ബ്രഹ്മചാരിയായ ഒരു പുരുഷനും കന്യകയായ ഒരു സ്ത്രീയും സഭയിൽ വിവാഹം കഴിക്കുകയും എന്നാൽ സഹോദരി സഹോദരന്മാരെ പോലെ ബ്രഹ്മചാരിയും കന്യകയും തുടരുകയും എന്നാൽ സമൂഹത്തിൽ അവർ വിവാഹിതരെ പോലെ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിലുള്ള കന്യാസ്ത്രീ മഠങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഇപ്രകാരമുള്ള കന്യകയുടെ ആചാരത്തിലാണ്. ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ പത്രോസ്ലീഹ ഒരു സഹോദരിയെ തന്റെ ശുശ്രൂഷയ്ക്ക് കൂടെ കൊണ്ടുപോകുന്നതായി കാണാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, വിശുദ്ധ കേപ്പായെ പോലെ ഒരു സഹോദരിയെ കൂടെ കൊണ്ടുപോകാൻ എനിക്കും അവകാശമുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് പൗലോസ്ലീഹ സഭയോട് ചോദിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അതായത് ഒരു കന്യാസ്ത്രീയെ കേപ്പ കൂടെ കൊണ്ട് നടന്നിരുന്നു തന്റെ സഹായത്തിന് വേണ്ടി എന്നുള്ള വസ്തുതയാണ് നാം അവിടെ കാണാൻ സാധിക്കുക. അതായത് കന്യകയെ കൂടെ കൊണ്ടുപോകുന്ന ചരിത്രം പരിശുദ്ധ കന്യാമറിയത്തിന്റെ കന്യകാത്വത്തിൽ നിന്നാണ് ഈ ഒരു വിഷയം സഭയിൽ കടന്നു വരുന്നത് മനസ്സിലാക്കുക. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, പരിശുദ്ധ കന്യാമറിയത്തിന് 4 മക്കളുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ. യേശു ക്രിസ്തുവിന് 4 സഹോദരന്മാരുണ്ട്, സഹോദരിമാരും നമ്മുടെ കൂടെയുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. യാക്കോബ്, ശിമയോൻ, യൂദ, ജോസഫ് എന്നീ 4 പേരെയാണ് യേശുവിന്റെ സഹോദരന്മാരായി അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ബൈബിളിൽ മറിയത്തിന്റെ മക്കളായി അവരെ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ തന്റെ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനുശേഷം അവൻ അവളെ അറിഞ്ഞു എന്ന് ബൈബിളിൽ എവിടെയും എഴുതിയിട്ടില്ല. അതായത് ബൈബിൾ വളരെ വ്യക്തമായി ഔസേപ്പിതാവും മറിയത്തെ ഭാര്യയായി പരിഹരിച്ച് ഒരു കുഞ്ഞ് ജനിച്ച കാര്യം എവിടെയും പറയുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിനെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുന്ന സന്ദർഭത്തിലും യേശു ക്രിസ്തുവിന്റെ കൂടെ മറ്റൊരു സഹോദരനോ സഹോദരിയോ ഉള്ളതായി ബൈബിളിൽ നാം കാണുന്നില്ല. അതായത് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 12 വർഷത്തിനിടയിൽ യേശു ക്രിസ്തുവിന് മറ്റൊരു സഹോദരനോ സഹോദരിയോ ഇല്ല എന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിനുശേഷം യേശു ക്രിസ്തുവിന് 6 മക്കളുണ്ടായി എന്ന് പറഞ്ഞാൽ 4 സഹോദരന്മാരും 2 സഹോദരിമാരെങ്കിലും ഉണ്ടായി എന്ന് പറയുന്നത് വളരെ വിചിത്രമായി തോന്നുന്ന ഒരു വാദമായി നാം പരിഗണിക്കേണ്ടി വരും. കഴിഞ്ഞില്ല, യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിൽ തന്റെ അമ്മയായ മറിയത്തെ സെബദി പുത്രന്മാരുടെ മകനായ യോഹന്നാന്റെ കരങ്ങളിലാണ് യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല കുരിശിൻ ചൂട്ടിൽ കാണുന്ന ക്ലയോപ്പാസിന്റെ ഭാര്യയായ മറിയത്തെ ഇപ്രകാരം പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരായ യാക്കോബിന്റെയും യോസയുടെയും അമ്മ എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരെന്ന് പറയുന്ന യാക്കോബ്, യൂദ എന്ന് പറയുന്ന 2 പേരെ നമുക്ക് ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ജെറുസലേമിലെ മെത്രാനായി ചെറിയ യാക്കോബിനെയും ലേഖനം എഴുതിയ യൂദയെയും കാണാൻ സാധിക്കും. അവർ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരെന്ന് അറിയപ്പെടുന്നെങ്കിലും അത് ക്ലയോപ്പാസിന്റെ മകനായ യാക്കോബാണെന്നുള്ള കാര്യം, യൂദ യേശു ക്രിസ്തുവിന്റെ മറ്റൊരു സഹോദരനാണെന്നുള്ള വസ്തുത നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരെന്ന് പറയുന്ന യാക്കോബ്, യോസേഫ്, ശിമയോൻ, യൂദ എന്ന് പറയുന്നവർക്ക് ക്ലയോപ്പാസിന്റെ മക്കളാണെന്നും എന്നുള്ള വസ്തുത നാം കാണുകയാണ് ഈ ചരിത്രത്തിലൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരം പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മറ്റു മക്കൾ ജനിച്ചു എന്ന് പറയുന്ന വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ള കാര്യം ബൈബിൾ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയം നിത്യകന്യകയാണെന്നുള്ള വസ്തുത നാം ഓരോരുത്തർക്കും ബോധ്യമുള്ളതായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.